നമസ്കാരം ഗൈസ്. ബിഗ് ബോസിൻ്റെ ഒരു എന്തോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് ബിഗ് ബോസിൽ. അവിടെ തന്നെ ആദില നൂറ എന്ന പേരുള്ള ബിഗ് ബോസിൽ തന്നെയുള്ള ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസും ഉണ്ട്. അവർക്കെതിരെ എന്തോ ഒരു ഭയങ്കരമായ വർത്താനം പറഞ്ഞു. അപ്പോൾ ആ വർത്താനം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അത് തന്നെ മറ്റേ ഏതോ കണ്ടസ്റ്റൻ്റല്ലോ, ഒന്ന് പോയി തരുമോ പ്ലീസ്, ഒന്ന് പോയി തരുമോ? ഇവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നേരം വിളിക്കാത്ത ആമ്പിള്ളേരും പെമ്പിള്ളേരും ഉണ്ടാ. എനിക്ക് മനസ്സിലാവാത്ത കൊണ്ട് ചോദിക്കണേണ്. ഈ സ്ത്രീ യു കെയിലെന്തോ പഠിച്ചു എന്നൊക്കെ, യു കെയിലെന്തോ വർക്ക് ചെയ്യണമെന്നോ ഇവിടെയൊക്കെ പഠിച്ചു എന്നൊക്കെ പറയണം. ഒരു കാര്യമില്ല. എടോ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. വിദ്യാഭ്യാസം നോട്ട് ഈക്വൽസ് വിവരം. നിങ്ങൾക്ക് MA ഉണ്ടെങ്കിലും PhD ഉണ്ടെങ്കിലും വിവരം ഉണ്ടാവണം എന്നില്ല. മനസ്സിലായ? അതൊരു സംഭവമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണങ്ങളൊന്നാണ് വിവരവും വിദ്യാഭ്യാസവും ഒന്നല്ലെന്നുള്ളത്. അടുത്തൊരു സംഭവം, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ. അല്ല, ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് ലക്ഷ്മിയാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ആരൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം? ഒരു കാര്യം ചെയ്യും, ലക്ഷ്മിക്ക് ലിസ്റ്റ് എഴുതി കൊടുക്കാം. എന്നിട്ട് ഇവരൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം, ഇവരൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് ലക്ഷ്മി ടിക്കും ഇൻജോക്ക് ഇട്ടിട്ട് വെക്കട്ടെ. ഈ വിവരമില്ലായ്മ പറഞ്ഞ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറയും. അതങ്ങനെയാണ്. അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് വിവരമില്ലായ്മ എന്തും വിളിച്ച് പറയാമെന്ന് അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായില്ല? ഇത് പറയുമ്പോൾ കുറേ പേര് പറയുന്നൊരു സാധനമാണ്, അവർക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞുകൂടെ. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കാര്യം ഇഷ്ടമല്ല, ഓക്കെ, ഇഷ്ടമല്ല എന്ന് വെച്ച് അതിനെ പൂർണ്ണമായി എന്താ പറയുക കളയണം എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് കറുത്ത ആൾക്കാർ ഇഷ്ടമല്ലെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് വെളുത്ത പെൺകുട്ടികളാണ് ഇഷ്ടം, കറുത്ത പെൺകുട്ടികൾ ഇഷ്ടമല്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്ന് വെച്ച് ഈ കറുത്ത പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു മോശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പോയിന്റ് മനസ്സിലായോ? അത്ര ഉള്ളൂ. ഇതും നിങ്ങൾക്ക് LGBTQ ഇഷ്ടമല്ല എന്ന് വെച്ച് അവരെ എന്തും പറയാമോ? ലക്ഷ്മി എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ഈ പറയുന്ന വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ജോലി ചെയ്ത് ജീവിക്കാത്തവരാണ്, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ചെലവിലാണോ ഈ പറയുന്നവരൊക്കെ ജീവിക്കുന്നത്? അതോ ഇവരൊക്കെ ലക്ഷ്മിയുടെ അടുത്ത് വന്നോ, അതെ വീട്ടിൽ പാല് മേടിക്കാൻ പൈസ അയച്ചു തന്നെ എന്ന് പറഞ്ഞോ? ഇവിടെ അടുത്ത് പറയും, ഈ അടുത്തത് സ്ട്രോങ് ആയതുകൊണ്ട്, ബോൾഡ് ആയതുകൊണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ബോൾഡാണ്, സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ബോധം എന്നൊരു സാധനം വേണം. എന്ത് മണ്ടത്തരം വായി തോന്നുന്നതും വിളിച്ചു പറയാം. ഈ എന്താണ് എന്താ പറയല്ലോ, നമ്മള് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊക്കെ പറയത്തില്ലേ നമ്മള്? അതേപോലെ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആണോ? നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ ബോൾഡാണ്. ചില ആൾക്കാരില്ലേ, ചില പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ട് മാസാണെന്നൊക്കെ പറയണ പോലെ, ചില അബദ്ധങ്ങൾ ഭയങ്കര മാസാണെന്നൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഇതും. നിങ്ങൾക്ക് എന്തും വായിത്തോന്ന് വിളിച്ച് പറയുന്നതല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ്. യു ഹാവ് ടു ബി ഇമോഷണലി മെച്യൂർ. ഇനി LGBTQവിനെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേസിക്കലി ഇതൊരു പുതിയ സാധനമായതുകൊണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ പുതിയൊരു കാര്യം വരിക. ഇപ്പോൾ LGBTQ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനൊരു അഭിപ്രായം പറയട്ടെ. LGBTQയുടെ കാര്യത്തിൽ LGBTQ എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടുണ്ട്. അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. മറ്റേ സലീം കുമാർ സിനിമയ്ക്കകത്ത് ചോദിക്കില്ലേ, നിങ്ങൾ കൊക്കക്കോള പിടിച്ച് കടിച്ചോന്ന് ചോദിച്ച പോലെ ഈ LGBTQ ആരും വന്നിട്ട് നിങ്ങളെ കയറി കടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇവരാരും നിങ്ങളെ വന്ന് പൊതുവെക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പറയും ഈ ട്രെയിനിൽ ചില ആൾക്കാർ വരുന്നില്ലേ എന്ന്. ഞാൻ അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. കാരണം
അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? അതെന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇപ്പോൾ നമ്മൾ ഈ ചില റോഡിലൊക്കെ പോകുമ്പോൾ ഈ പിള്ളേർ, പ്രത്യേകിച്ച് ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര കാണുമ്പോൾ അയ്യോ എന്തോ എന്നൊക്കെ തോന്നുന്ന ഒരു കാഴ്ചയാണ്. അവർ ഈ സിഗ്നലിലൊക്കെ ഒന്ന് വണ്ടി നിർത്തുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ ഈ വിൻഡോസ് ചില്ലില്ലേ നമ്മുടെ കാറിലേക്കാ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യും, എന്നിട്ട് അവർ പൈസ മേടിക്കും. ശരിക്കും അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അല്ലേ? അത് നമ്മൾ ചിന്തിക്കില്ലേ? അതേപോലെ തന്നെയാണ് ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ പറയപ്പെടുന്ന ആൾക്കാർ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ട്രെയിനിൽ വന്നിങ്ങനെ പൈസ മേടിക്കുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അതെത്ര ശതമാനം ചെയ്യുന്നുണ്ട്? അത് വളരെ ചെറിയൊരു ശതമാനമല്ലേ ഉണ്ടാവത്തുള്ളൂ. എനിക്കറിയില്ല, ചിലപ്പോൾ ചെറിയ ശതമാനമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ LGBTQ നമ്മൾ ആരെയും വന്നൊന്നും ചെയ്യുന്നില്ലല്ലോ ഇവർ. ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കണേ, നിങ്ങൾ ആരെങ്കിലും വന്നു വല്ലതും ചെയ്താ? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ തിരിച്ചും ഒന്നും കൂടി പറയണേണ്. കൊക്കക്കോള നിങ്ങളെ പിടിച്ച് കടിച്ചാ എന്ന് ചോദിച്ച പോലെ LGBTQ നിങ്ങൾ വല്ലതും ചെയ്താ? പിന്നെ ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ചത് LGBTQ എതിർക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിച്ചാൽ എനിക്ക് കുറച്ച് റീച്ച് കിട്ടും, കുറച്ച് വോട്ട് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ബിഗ് ബോസിൽ കുറച്ച് ഫെയിം കിട്ടും എന്നുള്ളൊരു സംഭവം ആയിരിക്കും. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയത്തില്ല. മൂന്നാമത്തെ കാര്യം, ഇവർക്ക് വിവരമില്ല, വലിയ വിവരമില്ല ഇവർക്ക്. ഫുള്ളായിട്ട് വിവരമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ കാര്യങ്ങളിൽ വിവരമില്ല. പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയപ്പെടേണ്ട ഒരു സാധനമാണ് ഇൻസെൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനം. ഇൻസെൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡോളസെൻ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിലെന്തോ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വാക്ക് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് അഡോളസെൻസ് എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ChatGPT-യോട് ഞാൻ നൈസായിട്ട് എന്താണ് ഇൻസെൽ എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ ഈ പറയുന്ന ChatGPT പറഞ്ഞ ഒരു സാധനം എന്ന് പറയുന്നത് 1990-കളിൽ അലന എന്ന പേരുള്ള കനേഡിയൻ വുമൺ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അലനാസ് ഇൻവോളണ്ടറി സെലിബസി പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ സെക്ഷുവലി ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാത്ത ആൾക്കാരുണ്ടാവും ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. അതായത് ഈ പറയുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പ് അങ്ങനെ കിട്ടാത്ത ആൾക്കാരെല്ലാവരെയും കൂടി അവർക്കൊരു സപ്പോർട്ട് എന്ന രീതിയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് അലനാസ് ഇൻവോളണ്ടറി സെലിബസി പ്രൊജക്റ്റ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 2010 ആ ഒരു കാലഘട്ടം സമയമായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2010-കളിൽ ആ ഒരു 11-12 അങ്ങനത്തെ ഉള്ള കാലഘട്ടം വന്നല്ലോ. ആ ടൈമൊക്കെ വന്ന സമയത്ത് റെഡിറ്റ് അല്ലെങ്കിൽ 4chan പോലുള്ള ഓൺലൈൻ ഫോറംസ് വഴി ഇത് ഈ പറയുന്ന ഹെട്രോസെക്ഷൽ മാനുകളാൽ, ഇത് ബേസിക്കലി ഹെട്രോസെക്ഷൽ എന്ന് പറയുന്ന പുരുഷന്മാരാൽ ഇത് വളരെ ഡോമിനേറ്റഡ് ആയിപ്പോയി. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ മിസോജിനിയും നിഹാനിസവും റീസെൻറ്റിമിസം പോലുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ബേസിക് സംഭവം എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷനുകളെയും, അതായത് ഇവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷനുകളും ഇവർക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കിട്ടാത്തതിനും ഇവർ സ്ത്രീകളെയും ഈ പറയുന്ന സൊസൈറ്റിയെയും പറയുന്ന കുറ്റപ്പെടുത്താൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്യൂഡോ സയൻറ്റിഫിക് വേർഡ് വ്യൂ അബൌട്ട് അട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബേസിക്കലി നിങ്ങൾ ഈ സ്റ്റാസീസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചാറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗിഗാ ചാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു എല്ലാ സ്ത്രീകൾ ആഗ്രഹിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ഒരു പുരുഷൻ്റെ ആ ഒരു സംഭവമാണ് ഈ ഗിഗാ ചാറ്റ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഒരു സ്ത്രീ വേർഷനാണ് സ്റ്റേസീസ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർനെറ്റിലൊക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വന്നിട്ട് ആ പ്രശ്നങ്ങളെ പലയിടത്തും ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറിയിട്ട് തീർക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഈ പറയുന്ന എന്താ പറയുക ഇൻസെൽസ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ത്രീ രൂപം എന്തോ ഞാൻ പേര് മറന്നുപോയത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാർ, ലക്ഷ്മിയെ പോലുള്ള ആൾക്കാരെ മനസ്സിലാക്കേണ്ട കാര്യം, കാലഘട്ടം മാറിയാൽ കൊള്ളാം. നിങ്ങൾക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ കാലഘട്ടത്തിൻ്റെ ഇതിലേക്ക് പുറന്തള്ളപ്പെടും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് പറയാൻ. ബൈ.